ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു വീഡിയോ പിടിക്കാൻ പോണത് നമ്മുടെ മുല്ല നടണതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഞാൻ കുറേ നാൾ മുമ്പ് നട്ട മുല്ലയാണ്. അതിപ്പോൾ നിറല്ല. അപ്പോൾ ഈ പൂവൊക്കെ ഇട്ട് കുറേ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത് നട്ടതുപോലെ കാണിച്ചു തരാം. നിങ്ങൾക്കതൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ മുട്ടൊക്കെ ഇട്ട്. പക്ഷെ മഴയായാറേ മുട്ടെല്ലാം പോയി, അതെല്ലാം ചീത്തയായി പോകുന്നു. അപ്പം ഞാൻ ഇതൊന്ന് ബ്രൂണിങ് ചെയ്യണമെന്ന് ഓർത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ നേഴ്സറിയിൽ നിന്ന് കുറച്ച് മുല്ലയും കൂടി മേടിച്ചിട്ടുണ്ട്. അതും കൂടി നട്ടിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് നിങ്ങൾ കാണിക്കാൻ പോണത്. നിങ്ങളത് മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്ന ബെൽ ബട്ടണിലൊന്ന് അമർത്തുക. ഞാനിതിൻ്റെ കൂട്ടുകൾ തയ്യാറാക്കണേണ്. അപ്പം ഞാനിപ്പോൾ ചെയ്യണത്, ഇതിന് സാധാരണ ഞാൻ ചകിരിച്ചോറ് ഇടണതാണ്. ചകിരിച്ചോറ് ഇടണില്ല, ഈ മഴയൊക്കെ കാരണം ചകിരിച്ചോറ് ഇടണില്ല. അപ്പോൾ ഇതിന് കുറച്ച് മണ്ണും എടുത്ത്, ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഇച്ചിരി വേപ്പിൻ പിണ്ണാക്ക്, നമ്മുടെ മണ്ണിൻ്റെ അകത്ത അണുക്കളൊക്കെ ചത്തുപോകാൻ നല്ലതാണ്. ഇച്ചിരി വേപ്പിൻ പിണ്ണാക്ക് കുറച്ചിട്ടാൽ മതി. എല്ലുപൊടി, ഞാനിപ്പോൾ അത് ഒരെണ്ണത്തിന് നടാനുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഞാനിത് കിച്ചൺ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വളമാണ് ഇത്. മുട്ടത്തോട്, സവാളത്തൊണ്ട്, വെളുത്തുള്ളി, ഏത്തപ്പഴത്തിൻ്റെ തൊലി, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അത് ഞാനിതിൻ്റെ വീഡിയോ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കയറി കണ്ടാൽ മതി അതിൻ്റെ അത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇതും കൂടി കുറച്ച് ഞാൻ ഇടുന്നുണ്ട്. കുറച്ച് ഇടണുള്ളൂ. ഓക്കെ. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഓക്കെ. അപ്പം അത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഞാൻ വേറെ നല്ല ഇളക്കമുള്ളൊരു മണ്ണാണ് ഇട്ടേക്കണത്. ഈ മഴ കാരണം നമുക്ക് ഒരുപാട് നല്ലപോലെ വെള്ളം കെട്ടി നിൽക്കാതെ അത് വാർന്ന് പോകണം. ഇതുകൊണ്ട് ആ മുല്ലയൊക്കെ അങ്ങോട്ട് മുട്ടെല്ലാം ഇതായി നശിച്ച്. അപ്പോൾ ഇതിന് ഹോളുള്ള ചട്ടിയായിരിക്കണം. നമുക്കതിന് ഹോളില്ലെങ്കിൽ ആ ഹോളൊന്ന് ശരിക്കും ഒന്ന് ഇട്ട് കൊടുക്കുക. ആ ഹോളൊന്ന് ശരിക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് 5-6 കല്ലിട്ട് കൊടുക്കുക. കല്ല് ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഉണ്ട്. അപ്പോൾ വേഗം വരി ഇട്ടാൽ മതി. എന്നിട്ട് ഇതിൽ കുറച്ച് മണ്ണ് നിറയ്ക്കുക. ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഈ ഒരു മണ്ണെന്ന് പറയാൻ നമ്മുടെ ഇതുപോലത്തെ മണ്ണല്ല. അപ്പോൾ അതാവുന്നതും അങ്ങ് കളയുക. വേരൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഈ നനവുള്ള കാരണം അത് ഈ മണ്ണങ്ങ് കളയുക കുറച്ച്. ഇതിരുന്നാൽ പിന്നെ നമ്മൾ ഈ മഴ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഇതാകും. പക്ഷെ ആവുന്നത് നമ്മൾ ആ വേര് പൊട്ടാതെ അങ്ങോട്ട് കളയണേണ് നല്ലത്. ഞാൻ ഈ മണ്ണ് സൂക്ഷിച്ച് വെച്ചിട്ട് താമരയ്ക്ക് ഇട്ട് കൊടുക്കുവേ. താമര നടാനുണ്ട് എനിക്ക്. അപ്പോൾ അത് കാരണം ചെളിയാകാൻ നല്ല മണ്ണായിരിക്കും. ആ കപ്പിലിച്ച് വെള്ളം എടുത്തുള്ളൂ. ഇതൊരിച്ചിരി സൂഡോമോണക്സ് വെള്ളത്തിൽ മുക്കുക. സൂഡോമോണക്സ് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ചെടിക്കൊക്കെ ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതാണ് സൂഡോമോണക്സ്. അതിപ്പോൾ ഒരു ഇച്ചിരി വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അത് കലക്കിയിട്ട് ഇതൊന്ന് മുക്കുക. ഇതൊന്നും മുക്കി നമ്മൾ ഈ ചെടി വെച്ച് കൊടുക്കുക. വേരൊട്ടും വെട്ടിപ്പോയിട്ടില്ല കേട്ടോ. ഇനി നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുക.
മോനെ ഇതൊന്ന് പിടിച്ചേ മോനെ. ഒന്ന് അമർത്തി കൊടുക്കുക, ഒന്ന് അമർത്തി കൊടുക്കുക. ഓക്കെ, ഇതപ്പോൾ അത് വിട്ടുപോകാതെ നമ്മളിതൊന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമുക്ക് ഇതിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഈ സുഡോമോണക്സിൻ്റെ വെള്ളം നമുക്കിവിടെ ഉണ്ട്. അത് ഇച്ചിരി ഒഴിച്ച് ഇവിടെ മോനെ, അത് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക, തളിച്ച് കൊടുക്കുക. ഈ മഴയായ കാരണം അധികം ഒഴിക്കണ്ട. അതുപോലെ തന്നെ ഇതും എല്ലാം ഞാൻ നടാൻ പോവുകയാണ്. ഞാനപ്പോൾ എല്ലാം മുല്ലയും ഒന്ന് അതേപോലെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഒരു ഷെയ്ഡിൽ വെച്ച് അതൊന്ന് ഉഷാറാക്കി എടുക്കുക. മുല്ലയൊക്കെ വേഗം പിടിച്ചോളും. അധികം അത് കഴിഞ്ഞിട്ട് വെയിൽ കൊള്ളണ സ്ഥലത്ത് വെക്കണം മുല്ലയൊക്കെ. അതുപോലെ വെയിൽ കൊണ്ടാലേ അതിൽ മുട്ടും പൂവൊക്കെ ഇടുകയുള്ളൂ. എന്നിട്ട് ഇതുപോലെ മുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മേടിച്ചപ്പോൾ ഇതിന് നിറച്ച് മുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഒന്ന് മുട്ടൊക്കെ വന്നിട്ട് ഇവിടെ ഒന്ന് ബ്രൂൺ ചെയ്തൊക്കെ കൊടുത്ത് നല്ല ഇതൊക്കെ ആക്കി ഇട്ട് കഴിയുമ്പോൾ ഒരു വീഡിയോ ഞാനിടാം. അപ്പോൾ ഇപ്പോൾ മഴ കാരണമാണ് ഇത്രയും ദിവസം ഒരു വീഡിയോ ഇടാഞ്ഞത്. ഇന്ന് മഴയില്ലാഞ്ഞ കാരണം നന്നായി ഇതങ്ങ് നട്ടേക്കാന്ന് വിചാരിച്ച് മേടിച്ചു വെച്ചിട്ട് കുറേ ദിവസമായി കവറിലിരിക്കണത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ അടുത്ത് തന്നെ മഴയില്ലാത്ത ദിവസം നോക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക.